ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ഓണം സ്പെഷ്യലായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള പായസമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് നുറുക്ക് ഗോതമ്പ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ കുക്കറിൽ ഒരു വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി പായസം തയ്യാറാക്കാം. പായസം തയ്യാറാക്കാനായി നമ്മൾ 2 കപ്പ് ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ്. നമുക്ക് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ശർക്കരയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഗോതമ്പ് ശർക്കരപ്പാനി കിടന്ന് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തേങ്ങയുടെ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തേങ്ങയുടെ 2ാം പാലാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയുടെ 2ാം പാൽ കിടന്ന് ഇതിപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് തിളച്ച് കിടന്നുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തിട്ട് കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ 3 സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.